പരിശുദ്ധമായ മതസൗഹാർദ്ദത്തിന്റെ വിളനിലം കൂടിയായ ഈ മഖാമിന്റെ പരിസരങ്ങളിൽ വിനീതനായി എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര മതസ്ഥരായ സഹൃദയരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ. അവനാണ് ലോകരക്ഷിതാവായ തമ്പുരാൻ, അവനാണ് ഏകനായ തമ്പുരാൻ, അവനാണ് ഉടമസ്ഥനായ തമ്പുരാൻ, അവനാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ, അവനാണ് ഭൗതിക ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞയച്ച തമ്പുരാൻ. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ فأنزلا سكينة علينا وثبت الأقدام إلا قينا نحن الأولى جاءوك مسلمين صلوا عليه وسلموا تسليما. അല്ലാഹുവേ, സർവനാഥനായ തമ്പുരാനെ, നീ തൗഫീഖ് തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എവിടെയാണ് ഹിദായത്തിന്റെ വെളിച്ചം തമ്പുരാനെ? അതുകൊണ്ട് ഇവിടെ കിടക്കുന്നവർ നീ ബഹുമാനിച്ച അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളുടെ ശ്രേണിയിൽപ്പെട്ടവരാണ്. അല്ലാഹുവേ, അവരുടെ ഹഖ് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ തമ്പുരാനെ. അവരുടെ ഹഖ് കൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരുടെ ഹഖ് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിന്റെ അകത്തും പുറത്തുമുള്ള സകലമായ മാരക രോഗങ്ങളുടെയും വൈറസുകളെ നീ കരിച്ചു കളയണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വിഷമങ്ങളെ ദൂരീകരിക്കണം തമ്പുരാനെ. അങ്ങനെ ഒരുപാട്, ഇത് പ്രാർത്ഥനയുടെ കൂടി സദസ്സാണ്. നീയാണ് പരിശുദ്ധ തമ്പുരാനെ ഞങ്ങളെ പഠിപ്പിച്ചത്. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇത് ദുആൻ, ഇത് പ്രഭാഷണത്തിന്റെ കേമത്തം വിളമ്പുന്ന ഒരു സദസ്സ് മാത്രമല്ല, ഇത് പ്രാർത്ഥനയിലൂടെ പ്രത്യുത്തരം പ്രതീക്ഷിക്കപ്പെടുന്ന സദസ്സ് കൂടിയാണ്. കാരണം ഇത് ദുനിയാവാൻ. ഹിയത് ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഇത് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. ഈ ദുനിയാവിന്റെ പിറകെ പോകുന്നവൻ ചരിത്രം കണ്ട വിഡ്ഢിയാണ്, ചരിത്രം കണ്ട മൂഢനാണ്. അതുകൊണ്ട് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതായ ദുനിയാവ്, ആ ദുനിയാവിന്റെ സുഖലോലുപതയിലൂടെ മതിമറന്ന് കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് പരലോകത്തെ മറന്നു പോകുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയ ഒരു ഹദീസ് വളരെ പ്രസക്തമാണ്. സഹാബത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മദീനയുടെ മസ്ജിദുൻ നബവിയുടെ സദസ്സിൽ ലോകത്തിന്റെ ആചാര്യനായ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ സഹാബികളെ, നിങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വാറാണ് നിങ്ങളുടെ ശരീരവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രതിഭാസം. നിങ്ങളുടെ ശരീരത്തോട് തൊട്ടുരമ്മി കിടക്കുന്നത് നിങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വാറാണ്. എന്നാൽ നിങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ ശരീരത്തോട് തൊട്ടുരമ്മി കിടക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഏതെന്നറിയുമോ സഹാബ? സഹാബത്ത് അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കുകയാണ്. പരിശുദ്ധ റസൂലേ, ഞങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ ഞങ്ങളുടെ ശരീരത്തോട് അടുത്ത് കിടക്കുന്ന വസ്തു ഏത് എന്ന് അങ്ങ് ഞങ്ങളോട് ചോദിച്ചു. അതിന് മറുപടിയും ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. പരിശുദ്ധ റസൂലേ, അവിടുന്ന് മറുപടി പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അത് മരണമാണ്, മരണമാണ്. ആ ബാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു. ആശുപത്രി കട്ടിലാള് കൈമാറുന്നു, ആംബുലൻസിൻ വീജി നമ്മെ നടുക്കുന്നു. ആതുരാ ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരും അറിയാ ശ്മശാനവും പുൽകുന്നു. മാലാക വന്നു പിടിച്ചെന്റെ ദേഹിയെ
ദേഹിയെ മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ പൊട്ടിച്ചിരിച്ചു അനന്തരമാ ചിരി പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും കാലാൾപ്പട വന്ന് തോടിലേറ്റുമ്പോഴും കാമനും താതനും പരിതപിക്കുമ്പോഴും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ഖുർആന്റെ വചനം മറക്കല്ല സോദരാ ജിന്ദഗി മിലിത്തി പരോं को काम आने लिए അല്ലാഹുവേ തമ്പുരാനെ നീ ഭൗതിക ലോകത്ത് നീ ജീവിതം തന്നിരുന്നത് അയൽവാസിക്ക് സ്നേഹം കൊടുക്കാൻ രക്തബന്ധത്തിലുള്ളവന് സഹായം കൊടുക്കാൻ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടുകളെ തിരിച്ചറിയാൻ എന്നിട്ടും ദിൻ രാത് ഗുസർ ഗയി കാഗസ് കേ ടുക്ഡേ കമാനേ ലിയേ എന്റെ മുമ്പിലൂടെ എന്റെ ജീവിതം എന്റെ രാവും പകലും കടന്നുപോയത് നോട്ടുകെട്ടുകളെ ഒരുമിച്ച് കൂട്ടാനുള്ള ഓട്ടത്തിന്റെ ഇടയിലൂടെ എന്റെ രാവും പകലും കൊഴിഞ്ഞുപോയി തമ്പുരാനെ. ഇപ്പൊ എന്റെ മുമ്പിലേക്ക് ക്ഷണിക്കാതെ കടന്നു വന്നൊരു അതിഥി വന്നിരിക്കുകയാണ്, എന്നെ മാടി വിളിക്കുകയാണ്. മരണത്തിന്റെ മാലാക എന്റെ വീടിന്റെ വാതില് വന്ന് മുട്ടുകയാണ്. രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ മരണം എന്റെ മുമ്പിൽ പള്ളിലിച്ച് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അബ് മുझे ഖബർ മിലാ ക്യാ ഫായിദാ ഇതനെ പൈസേ രൂപേ കമാനേ മേ. എന്തുണ്ട് ഫലം തമ്പുരാനെ? ഇത്ര പണം ഒരുമിച്ച് കൂട്ടിയത് കൊണ്ട് എന്ത് ഫലമുണ്ടായി? എത്ര വലിയ പണസമ്പാദനത്തിലേക്കാണ് ഞാൻ കടന്നുപോയത്. അതുകൊണ്ട് ഇദാ മാത ഇൻസാനുൻ ഫഖംസുൽ ലിഖംസതി വലഹമുൽ ലിദീദാനിൻ വഅളമുൽ ലിതുർബതി വമാലുൽ ലിവറാസിൻ വറൂഹുൽ ലിഖാബിദി വഅമലുൽ ലിമദ്ലൂമിൻ അതുകൊണ്ട് ഒരു കവി പറഞ്ഞുപോയി, ഇദാ മാത ഇൻസാനുൻ, ഒരു മനുഷ്യനെങ്ങാനും മരിച്ചുപോയാൽ ഫഖംസുൻ ലിഖംസതി, അവന് ഉടമപ്പെട്ടിരുന്ന 5 കാര്യങ്ങൾ പിന്നെ അവനുമായി ബന്ധപ്പെട്ട ശരീരത്തിലേക്കല്ലാത്ത മറ്റ് 5 സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുകയാണ്. അതെല്ലാം അവന്റേതായിരുന്നു. അവന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് കണ്ടനാളത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞു പോകുന്നതോടുകൂടെ അവന്റേതായിരുന്നു എന്നവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന ഈ 5 വസ്തുക്കൾ പിന്നെ അവന്റേതല്ലാതായി മാറുകയാണ്. ഏതൊക്കെയാണ് ആ വസ്തുക്കൾ? വലഹമുൽ ലിദീദാനിൻ, ഒന്നാമത്തത് അവന്റെ ശരീരത്തിലുള്ള മാംസമാണ്. ആ മാംസമാരാണ് കൊണ്ടുപോയത്. ഇത്രകാലം നമ്മൾ വളരെ പവിത്രതയോടുകൂടെ സ്കിൻ പ്രൊട്ടക്റ്റിന്റെ ക്രീം അടക്കം പുരട്ടിയിട്ടാണ് നമ്മുടെ മാംസം, നമ്മുടെ സ്കിൻ, നമ്മുടെ തൊലി നമ്മൾ സംരക്ഷിച്ചു പോയത്. അത് റൂഹ് വിട പറയുന്നതോടുകൂടെ ഖബറിലെ 6 അടി മണ്ണിലൂടെ അരിച്ചിറങ്ങുന്ന പുഴുക്കളുടെ ഭക്ഷണമാണ്. അതുകൊണ്ട് വലഹമുൽ ലിദീദാനിൻ, ഖബറിലൂടെ അരിച്ചുകൊണ്ടിരിക്കുന്ന പുഴുവിന്റെ അന്നമാണ് നിന്റെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ. രണ്ടാമത്തെ അവകാശി ആരാണ്? അതേതാണ് കൊണ്ടുപോകുന്നത്? വഅലമുൻ, യുവർ ബോൺസ്, നിന്റെ എല്ലുകളാണ്. അതാരാണ് കൊണ്ടുപോകുന്നത്? ലിതുർബതി, അത് ഖബറിലെ മണ്ണിന്റെ ഭക്ഷണമാണ്. ഖബറിലെ മണ്ണാണ് നമ്മളുടെ ശരീരത്തിന്റെ അസ്ഥിപഞ്ജരമായ ശരീരത്തിന്റെ അസ്ഥിയും ഭക്ഷിച്ചു പോകുന്നത്. മൂന്നാമതേതാണ് നമ്മുടെ ധനമാണ്, നമ്മുടെ എസ്റ്റേറ്റ് ആണ്, നമ്മുടെ വാഹനമാണ്, നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, നമ്മുടെ വീടാണ്, നമ്മുടെ ഒരുപാട് വരുമാന മാർഗങ്ങൾ നമുക്ക് നേടിത്തരുന്ന കടകളാണ്, നമ്മുടെ വലിയ വലിയ വസ്തുക്കളാണ്, പറമ്പുകളാണ്. അതാരാണ് കൊണ്ടുപോകുന്നത്? വമാലുൽ ലിബുറാസിൻ, അതനന്തരാവകാശികൾക്കുള്ള സ്വത്താണ്. മാളിക പൊൻ തട്ടിലേറി മതിമതിച്ചു സുഖിച്ച് വാഴും മനുഷ്യ, നിന്റെ മനസ്സിലൊരു ചിന്ത വേണം. മലക്കുൽ മൗത്ത് സിറായിലെത്തും ഓർമ്മ വേണം.
നേടുവാനാണ് മണ്ണിലോട്ടം, ഒന്നും നേടുകില്ല ഒടുവിൽ മണ്ണിൽ മാത്രം. വാരിക്കൂട്ടി വെച്ചിടേണ്ട വലിയ വലിയ മോഹം വേണ്ട, ഖലാക്കിന്റെ മുന്നിൽ നമ്മൾ പുൽക്കൊടി. ഖബറ് കൊള്ളയാണെന്നോർക്ക് കാലടി. അല്ലാഹുവാകുന്ന ഉടയ തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ പുൽക്കൊടി മാത്രമാണ്. നമ്മൾ എത്ര ആളുകളെ ഭരിച്ച ആൾക്കാരാണ്. നമ്മൾ എത്ര ആളുകളെ നമ്മുടെ കാൽപാദങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്തിയവരാണ്. നമ്മളൊക്കെ മണ്ണാണ്. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിമ്പു മറ്റൊരന്തമറ്റ ജീവിതം ഭരിച്ചിടുന്നതാണോ മർത്യനുള്ള മേന്മയോർക്ക നീ. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണിമാർ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ട കേൾവിയില്ലയോ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്കു പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. പ്രപഞ്ചാണ്ട കടാഹത്തിന്റെ തുടക്കം മുതൽ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റ പ്രതിഭാസമാണ് അത് മരണം. ഒരു ഭാഗത്ത് മരണം നടക്കും, മറ്റൊരു ഭാഗത്ത് ജനനം നടക്കും. ഇത് ലോകത്തിന്റെ ഒരു സ്വാഭാവികതയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ ഈ കരാള ഹസ്തങ്ങളുമായിട്ട് നമ്മുടെ കണ്ടനാളത്തിൽ പിടിക്കുന്ന മരണമാണ്. ഈ പള്ളിയുടെ പിന്നാമ്പുറത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പരിശുദ്ധ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഉമർ, എന്റെ പരിശുദ്ധനായ ഖലീഫയാകാൻ പോകുന്ന ഉമറിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. നീ ദുനിയാവിലൂടെ സഞ്ചരിക്കേണ്ടത് ഒരു പരദേശിയെ പോലെയാണ്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു നാട് കാണാൻ വന്ന ടൂറിസ്റ്റിനെ പോലെയാണ്. അമേരിക്കക്കാരനായ ഒരു സായിപ്പ് നമ്മളെ ഷിറിയ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാല് ഏറിപ്പോയാൽ ഒരു ദിവസം ഇവിടെ താമസിക്കും, അല്ലെങ്കിൽ 2 ദിവസം ഇവിടെ താമസിക്കും. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതിയെല്ലാം കണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകും. അപ്പൊ ആ താമസിക്കുന്ന 2 ദിവസം അദ്ദേഹം ലോഡ്ജ് എടുത്തിട്ട് റൂം എടുത്തിട്ട് താമസിക്കുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ പറയും അദ്ദേഹം ഒരു പരദേശിയാണ്. വോ ഏക് പർദേശി ഹേ, वो गरीब है, वो परदेश है. എന്തുകൊണ്ട്? അദ്ദേഹം നമ്മളെ നാട്ടുകാരനല്ല. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വിദേശി. ദുനിയാവ് ഒന്നടങ്കം നമ്മളെ പറ്റി വിളിക്കുന്ന പേരും അത് തന്നെയാണ്. നമ്മളൊരു പരദേശിയാണ്. ആ പരദേശിയായി നമ്മൾ നമ്മുടെ പാണ്ഡക്കെട്ടുകളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെന്ന് തുടങ്ങിയ നടത്താണ്? ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയ നടത്താണ്. നമ്മളൊരു ബാണ്ടക്കെട്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വാണ്ടറിങ് നടത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പാന്തൻ, പതികൻ, വഴിപോക്കൻ, ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്കാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ പറ്റി, തെരുവ് തെണ്ടികളെ പറ്റി, നാടോടികളെ പറ്റി. അവര് നാടിന്റെ നടുവേ ഓടുകയാണ്. നാടോടികളെ പറ്റി നമ്മൾ പറയാറുണ്ട്, നാടോടി ഒരു പരദേശിയാണ്. അതിന്റെ ഉറുദുവിൽ ഒരു പേരുണ്ട്, ഖാന ബദോഷ്. നാടോടികൾക്ക് ഖാന ബദോഷ് എന്നാണ് നാടോടികളെ വിളിക്കാറുള്ളത്. എന്താ ഇതിന്റെ അർത്ഥം? ഖാന എന്ന് പറഞ്ഞാൽ വീട് എന്ന അർത്ഥം. യതീം ഖാന, യതീമിന്റെ വീട്. മുസാഫിർ ഖാന, മുസാഫിറിന്റെ വീട്. ഖാന വീട്. ബദോഷ്, ദോഷ് എന്ന് ഉറുദുവിൽ പറഞ്ഞാല് തോള്, ചുമല്. അതുകൊണ്ട് നമ്മളൊക്കെ അണ്ണാച്ചി എന്ന് പറഞ്ഞു വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ വാളയാർ ചെക്ക് പോസ്റ്റിന്റെ അതിർത്തിക്കപ്പുറത്തുള്ള തമിഴ്നാട്ടുകാർ ഒരു ടെന്റുമായിട്ട് നടക്കും. ആ ടെന്റ് അവരുടെ ചുമലില. ആ ചുമലിൽ കിടക്കുന്ന ടെന്റാണ് അവരുടെ വീട്. അപ്പൊ ഖാന ബദോഷ്, അവരുടെ വീട് ചുമലില. നമ്മൾ ശരിക്കും ഒരു ഖാന ബദോഷാണ്.
നമ്മളൊരു സഞ്ചാരിയാണ്. നമ്മൾ എവിടുന്ന് തുടങ്ങിയ സഞ്ചാരമാണ്? തമിഴ്നാട്ടിൽ നിന്നല്ല, ആന്ധ്രയിൽ നിന്നല്ല, ആസാമിൽ നിന്നല്ല, ബംഗാളിൽ നിന്നല്ല, ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയ സഞ്ചാരമാണ്. അവിടെ നമ്മൾ റൂഹ് മാത്രമായിരുന്നു. നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തില് ഭ്രൂണമായിട്ട് 4 മാസം പൂർത്തിയാക്കാൻ നിന്നപ്പോ ആലമുൽ അർവാഹിൽ നിന്നൊരു ആത്മാവിനെ പറിച്ച് അല്ലാഹു തആല മാലാഖയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നാലിന്റെ നാട്ടിലുള്ള ഇന്നാലിന്റെ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന ഭ്രൂണത്തിലേക്ക് റൂഹിനെ ഊതണം. അന്ന് റൂഹ് ഊതിയ സമയത്ത് എന്റെയും നിങ്ങളുടെയും ഗർഭാശയത്തിൽ നമ്മൾ ഭ്രൂണമായി കിടക്കുന്ന ആ സമയത്ത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, അശഖിയ്യുൻ ഹുവ അം സഈദ്, അവൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളാണോ അവൻ നരകത്തിലേക്ക് പോകാനുള്ള ആളാണോ? അശഖിയ്യുൻ ഹുവ അം സഈദ്. അതിനാണ് തലവര എന്ന് പറയുന്നത്. റൂഹ് ഊതിയ സമയത്ത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, അൽ അർവാഹു ജുനൂദും മുജന്നദ. പരിശുദ്ധ റസൂൽ പറയാൻ, അൽ അർവാഹു ജുനൂദും മുജന്നദ, റൂഹുകളെല്ലാം ഒരു സംഘടിക്കപ്പെട്ട സൈന്യമാണ്. നമ്മുടെ ആത്മാക്കളെല്ലാം സംഘടിക്കപ്പെട്ട സൈന്യമാണ്. അവിടെ വെച്ച് കണ്ടുമുട്ടിയവർ ഇവിടെയും വെച്ച് കണ്ടുമുട്ടുന്നതാണ്. ആലമുൽ അർവാഹിൽ വെച്ച് ഏതൊക്കെ റൂഹുകളെ കണ്ടുമുട്ടിയോ, അവിടെ ശരീരമല്ലല്ലോ, ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതൊക്കെ റൂഹുകൾ ആലമുൽ അർവാഹിൽ വെച്ച് മറ്റേതൊക്കെ റൂഹുകളെ കണ്ടുമുട്ടിയോ, അവര് ആലമുൽ അജ്സാദാകുന്ന ദുനിയാവിൽ വെച്ചും പരസ്പരം ശരീരത്തോടുകൂടെ കണ്ടുമുട്ടും. അത് അല്ലാഹുവിന്റെ തീരുമാനം. ഇല്ലെങ്കിൽ ഇന്ന് സിറിയയിൽ പ്രഭാഷണം നടത്താൻ ഞാൻ വരാൻ പാടില്ല, എന്നെ നിങ്ങളും കാണാൻ പാടില്ല, നിങ്ങളെ ഞാനും കാണാൻ പാടില്ല. ഇന്ന് നമ്മൾ പരസ്പരം സന്ധിച്ച് കണ്ടുമുട്ടിയതിന്റെ അർത്ഥം, ഞാൻ എന്റെ റൂഹായിരുന്നപ്പോ നിങ്ങളുടെ റൂഹുകൾ ആലമുൽ അർവാഹിൽ വെച്ച് കണ്ടവനാണ്. നിങ്ങൾ വെറും റൂഹായിരുന്ന സമയത്ത് എന്റെ റൂഹിനെയും ആലമുൽ അർവാഹിൽ വെച്ച് കണ്ടവരാണ്. പരിശുദ്ധ റസൂൽ ഹദീസിന്റെ ഭാഗ്യ പറയാൻ, വമാ തനാകറ മിൻഹാ, ആലമുൽ അർവാഹിൽ വെച്ച് ഏതൊക്കെ റൂഹുകളെ പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ല, ഇഖ്തലഫ, അവരിവിടെയും കണ്ടുമുട്ടുന്നതും അല്ല, അവരിവിടെയും കണ്ടുമുട്ടൂല. അപ്പൊ നമ്മളെ റൂഹ് ആലമുൽ അർവാഹിൽ വെച്ച് ഇന്ന് ആഫ്രിക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ റൂഹിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആഫ്രിക്കക്കാരനെ തടിയോടുകൂടെ ജസദോടുകൂടെ കണ്ടുമുട്ടാതെ നമ്മൾ മരിക്കൂല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ സിറിയയുടെ മഹല്ല് വിട്ടിട്ട് ചിലപ്പോ പുറത്തേക്ക് പോയിട്ടുണ്ടാകൂല. 10-81 വയസ്സ് വരെ ആ മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടുന്ന് കണ്ണൂരിലേക്ക് പോലും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാകൂല. പക്ഷെ ആ മനുഷ്യനെ 80-81 വയസ്സാകുമ്പോ ഗൾഫിലുള്ള മക്കൾ എല്ലാവരും കൂടിയാലോചന നടത്തിയിട്ട് ഫോണിൽ ചർച്ച ചെയ്തു, നമ്മളെ ബാപ്പാക്ക് 10-81 വയസ്സായി, ബാപ്പ ഒരു ഉംറയും ഹജ്ജൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ബാപ്പാക്ക് ഒരു പാസ്പോർട്ട് എടുത്ത് നമ്മളെല്ലാരും ഉപ്പാക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉപ്പാനെ ഹജ്ജിന് പറഞ്ഞു. അങ്ങനെ മഹലിന്റെ ബോർഡർ വിട്ടിട്ട് 81 വയസ്സ് വരെ സഞ്ചരിക്കാത്ത ബാപ്പ 81ാമത്തെ വയസ്സിൽ മക്കളെല്ലാവരും ചട്ടം കെട്ടി ഇറങ്ങിയതിന്റെ അടിസ്ഥാനത്തില് ഹജ്ജിന് പോയി. അവിടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ആഫ്രിക്കക്കാരന്റെ മക്കളും അദ്ദേഹത്തിനെ ഹജ്ജിന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മത്താഫിൽ 2 പേരും കണ്ടുമുട്ടി. ഇങ്ങനെ ഒരുപാട് റൂഹുകൾ മാത്രമായ സാഹചര്യത്തിൽ ആത്മാക്കളുടെ ലോകത്ത് പരസ്പരം കണ്ടുമുട്ടിയവർ ഇവിടെയും കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ച് കണ്ടുമുട്ടാതെ ദുനിയാവിലേക്ക് കടന്നു വന്നവർ ഇവിടെയും കണ്ടുമുട്ടാതെ പിരിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് വൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മാക്കളെല്ലാം സംഘടിക്കപ്പെട്ട ഒരു സൈന്യമാണ്. വല്ലാത്തൊരു ലോകാണ് ദുനിയാവ്. മരണം, ഈ മരണത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി, ദുനിയാവിന് ഒരു വിലയില്ല നമുക്ക് മനസ്സിലാവും. ഇവിടെയാണ് സൂപ്പർസോണിക് വിമാനങ്ങള്, ഇവിടെയാണ് സയൻസിന്റെ വലിയ വലിയ ഇൻവെൻഷൻസ്, ഇവിടെയാണ് മൊബൈൽ ടെക്നോളജി, ഇവിടെയാണ് സോഷ്യൽ മീഡിയയുടെ തരംഗങ്ങള്, എല്ലാം ഇവിടെയാണ്.
ഇത്രയും വലിയ വിസ്ഫോടനാത്മകമായ മാറ്റങ്ങളും അത്ഭുതങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ച ഈ ദുനിയാവിന് 5 പൈസന്റെ വില അല്ലാഹു തആല കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉദാഹരണമാണ് മരണം. ജീവിക്കുന്ന ഉദാഹരണമാണ് മരണം. ഇല്ലെങ്കിൽ പാപം 25 വയസ്സുകാരിയായ ഒരു പെണ്ണിന് ആറ്റുനോറ്റുണ്ടായ പൊൻകുഞ്ഞിനെ 1.5 വയസ്സാകുമ്പോ തന്റെ മടിത്തട്ടിൽ നിന്ന് അസ്രായീൽ അലൈഹിസ്സലാം പറിച്ചു കൊണ്ടുപോകൂല. ഇല്ലെങ്കിൽ തൊടുപുഴയിലെ 7.5 വയസ്സുകാരനെ ആ 7 വയസ്സുകാരനായ കുഞ്ഞിന്റെ താഴെയുള്ള 3.5 വയസ്സുള്ള പൈതലിന്റെ മുന്നിൽ വെച്ച് അമ്മയുടെ കാമുകൻ ക്രൂരമായി കൊല ചെയ്ത് തല നിലത്തിട്ടടിച്ച് ഭിത്തിയിലിട്ടടിച്ചിട്ട് ഇന്ന് മസ്തിഷ്കത്തിൽ രക്തം സ്രവിച്ച് 90% മുകളിലും രക്തയോട്ടം നിലച്ച് ഒരു വിഭാഗം ഡോക്ടർമാര് ആൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിധി എഴുതപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് അല്ലാഹു തആല ഒരു 7 വയസ്സുകാരനെ കൊണ്ടുപോകൂല. ഫലസ്തീനിന്റെ മണ്ണിൽ ഇസ്രായേൽ പട്ടാളക്കാരന്റെ ബോംബർ വിമാനങ്ങളും സ്കഡർ മിസൈലുകളും ഏറ്റിട്ട് കുരുന്ന മക്കള് മാതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവസാനത്തെ കണ്ണീര് നിലത്തേക്ക് വീഴ്ത്തി പെടഞ്ഞു പോകൂല, മരിച്ചു പോകൂല. ഇത് ദുനിയാവാൻ. മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ ഉസ്താദിന്റെ കൂടെ കഴിഞ്ഞ ആഴ്ചയാണ് വിനീതനായ ഞാൻ ബഗ്ദാദിന്റെ മണ്ണിലൂടെ, കർബലയുടെ മണ്ണിലൂടെ, കൂഫയുടെ മണ്ണിലൂടെ, ബസറയുടെ മണ്ണിലൂടെ, നജഫിന്റെ മണ്ണിലൂടെ, അങ്ങനെ 2003 അമേരിക്കൻ പട്ടാളക്കാര് തകർത്ത് തരിപ്പണമാക്കിയ ഇറാഖിന്റെ മലമടക്കുകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ സൗഭാഗ്യമുണ്ടായത്. ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു. മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന മലയാളക്കരയിലെ പ്രസിദ്ധനായ കവിയുടെ ഒരു കവിത തന്നെയുണ്ട്, ബഗ്ദാദ്. ഒരുപാട് സ്കൂൾ കലോത്സവങ്ങളിൽ പാരായണം ചെയ്യപ്പെട്ട കവിതയാണ് ബഗ്ദാദ് എന്ന് പറയുന്ന കവിത. മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന സഹോദര മതസ്ഥനായ ഒരു ഹൈന്ദവനായ കവിക്ക് ഇസ്ലാമിന്റെ രാജ്യമായ ബഗ്ദാദിന്റെ, ഇറാഖിന്റെ ഒരു ക്യാപിറ്റലായ, ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ, ഇറാഖിന്റെ ഒരു സ്റ്റേറ്റായ, ഒരു സംസ്ഥാനമായ ബഗ്ദാദിന്റെ മടിത്തട്ടിലെ ഒരു 12 വയസ്സുകാരനായ അലി ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടിയെപ്പറ്റി കവിത എഴുതേണ്ടി വന്നതിന്റെ കാരണം എന്താണ്? ഒറ്റ രാത്രിയാണ് അമേരിക്കൻ പട്ടാളക്കാര് 12 വയസ്സുള്ള അലി ഇസ്മായിൽ എന്ന് പറയുന്ന പയ്യനും തന്റെ മാതാവ്, പിതാവ്, സഹോദരങ്ങള്, തന്റെ ഉറ്റവർ, തന്റെ ഉടയവർ എല്ലാവരും കിടന്നുറങ്ങുന്ന വീടിന്റെ മുകളിലേക്ക് ബോംബേറ് നടത്തിയത്. ആ ബോംബ് വീണ് പുലർച്ചെ 3:30 മണിക്കാണ് ബഗ്ദാദിലെ അലി ഇസ്മായിലിന്റെ വീട്ടിന്റെ മുകളിലേക്ക് ബോംബ് വർഷമുണ്ടായത്. ആ കുട്ടിയല്ലാത്ത തന്റെ ബന്ധത്തിൽപ്പെട്ട ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, അനുജൻ, പെങ്ങള് എല്ലാവരും അടങ്ങുന്ന 13 ആളുകളോടും ഞൊടിയിടയിൽ മരിച്ചുപോയി. ഈ കുട്ടിയുടെ 2 കൈയും അറ്റുപോയി. ബോംബറില് 2 കൈയും അറ്റുപോയി. 60% മുകളിൽ ശരീരമാസകലം പൊള്ളി. ബഗ്ദാദിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി, അലി ഇസ്മായിൽ ഒരിക്കലും ബാക്കിയാവൂല. അവൻ ബാക്കിയായി. അലി ഇസ്മായിൽ 2 കൈയും മുറിഞ്ഞ് 13 പേര്, ഉമ്മയും ഉപ്പയും പെങ്ങളും അനുജനും അടങ്ങുന്ന 13 പേരും മരിച്ചു ഖബറിൽ പോയി കിടക്കുമ്പോ ആകെ അവശേഷിച്ച ഒരു കുഞ്ഞുമോൻ 12 വയസ്സുകാരന് 2 കൈയുമില്ല. ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേദനയെല്ലാം മെല്ലെ മെല്ലെ മെഡിസിന്റെ സഹായത്താൽ നീങ്ങിയപ്പോ ഈ കുഞ്ഞുമോൻ തലയിണയിൽ തലചായ്ച്ച് ആശുപത്രി കിടക്കയിൽ ആരാന്റെ കൂട്ടുമായി ആരാൻ കാവലിരുന്നപ്പോ, അവനവനില്ലാത്ത കുട്ടിക്ക് ആരാൻ കാവലിരുന്നപ്പോ അവരുടെ കാവലിന്റെ ഇടയിൽ ഈ കുട്ടിയൊന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇവൻ ഒരു കായലിലൂടെ നീന്തി തുടിക്കുന്നത് സ്വപ്നം കണ്ടു. ഇവന്റെ കൈ താമരപ്പൊയ്കയിലെ ഏതോ ഒരു മുള്ളിൽ തറച്ചു. അവന്റെ കൈയിന് വേദനയായി. ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്റെ കൈ വേദനിച്ചു എന്ന് പറഞ്ഞ് കുട്ടി നോക്കുമ്പോ 2 കൈയും തന്റെ പൂമേനയിലില്ല. ഉറക്കത്തിൽ ഉമ്മ വന്നിട്ട് പറയാൻ, ഇനി മോനെ, ഇനി എന്റെ കണ്ണുകളാണ് നിന്റെ കൈകൾ.
ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞു, അറബിക്കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞു, ഒരറബിക്കഥയിലെ ബാഗ്ദാദ് എന്ന് പറഞ്ഞിട്ടാണ് ആ മുരുകൻ കാട്ടാക്കട ബഗ്ദാദിന്റെ കവിത ചൊല്ലുന്നത്. ഈ കുട്ടി മരിച്ചു, ജീവിച്ച് ബാക്കിയായതിന്റെ രംഗം അദ്ദേഹം വിവരിക്കുന്നത് ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായി എന്ന് പറഞ്ഞിട്ട്, ഒരു കുരിശു പോലെ ആ കുരിശിന്റെ രണ്ട് പാർശ്വങ്ങളും മുറിഞ്ഞു